കണ്ടോ, ആകെ ഒരു മുറി നാളികേരം ഉണ്ടായിരുന്നുള്ളൂ, അത് തിന്ന് തീർത്തു. മതി, വേഗം ചെന്ന് കുളിക്കൂ. കുളി വൈകുന്നേരം എന്നാ? വേണ്ട വേണ്ട വേണ്ട, കാലത്തന്നെ ആയിക്കോട്ടെ. ഓരോ ശീലങ്ങള്. അതിന്റെ അല്ല, നേരം വേണ്ടെന്ന്. ഒരു 10 മിനിറ്റ് എങ്ങാനും വൈകിയാല ഹെഡ്മിസ്ട്രസിന്റെ മോന്ത എന്നതാ? വേണമെന്ന് വെച്ചാൽ നേരം വൈകാണ്ടൊക്കെ പോവാം. ആ അത് നേരാ, പക്ഷെ അടുക്കള പണിക്ക് വേറെ ആളെ നിർത്തണം. ഇതൊന്നും കെട്ടിയവന്റെ പണിയല്ല. ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ എന്റെ കുറ്റം അല്ലേ? ഈ അവസ്ഥയിലുള്ള പണിയെല്ലാം നിന്നെ കൊണ്ടെടുപ്പിച്ചിട്ട് ഞാൻ കയ്യും കെട്ടിയങ്ങി ഇരിക്കണം അല്ലേ? അനുഭവിക്കുക തന്നെ അല്ല, എന്നാ ചെയ്യാനാ? ഓ എന്നാ എന്നാ പറ്റി? ഒന്നുമില്ല, കൈ തെറ്റിയതാ. എങ്ങനെ പൊള്ളിയോ? ഇല്ലന്ന്. ഇനി ഇവിടെ വെപ്പും വേണ്ട, പൊടിയും വേണ്ട. അപ്പൊ ഭക്ഷണം കഴിക്കാൻ എന്തേ? കഴിക്കണ്ടാന്ന്. ചേട്ടാ, ഒരു വേലക്കാരി പെണ്ണ് നിർത്താന്ന് പറഞ്ഞാൽ അതൊക്കെയല്ല. ഒക്കാണ്ടല്ല, ഒരു അനുഭവം ഉണ്ടല്ലോ. വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കണ്ട. അയ്യോടി, പറയുന്നവര് പറയട്ടെന്ന്. ഇനി ഇവിടെ തീ പോയെന്നുണ്ടെങ്കിൽ ഒരു പണിക്കാരി വന്നിട്ട് മതി. മാസം എടുക്കാറായി. ഇന്നല്ലെങ്കിൽ നാളെ ഏതായാലും ഒരു പെണ്ണിന്റെ ആവശ്യം വരുവേ. അപ്പൊ എന്നാ ചെയ്യും? എന്നാ പിന്നെ 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി മതി. എന്ന്. എന്നാ പിന്നെ കുട്ടിയെ മാത്രമാക്കണ്ട, കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങി കളിപ്പിച്ചോണ്ടിരിക്കാം. അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞിരുത്തല്ല. അപ്പൊ പിന്നെ എന്റെ പിടലേക്ക് ആയിക്കൊള്ളുമല്ലോ. മരുന്നും മന്ത്രവും കുഴമ്പമായിട്ട് പണിയെടുക്കാൻ ഹെൽപ്പുള്ള ഒരു സ്ത്രീ, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. 200 രൂപ എന്ന് പറയുന്നത് കൂടുതലാ. അത്രയ്ക്കുള്ള പണി ഇല്ല ഇവിടെ. കൂടുതലാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കൂ, എനിക്ക് പറ്റത്തില്ല. മാഷൊന്നും കൂടെ 200 കൊടുത്ത് തൊലയ്ക്കുന്നത് നല്ലത്. എത്ര നേരമായി നമ്മൾ നടക്കണു? ചെരുപ്പിന്റെ വാറ് കഴിഞ്ഞു. ആ 200 പക്ഷെ ഇന്ന് തന്നെ അങ്ങ് വരണം. ധൃതി പിടിക്കല്ലേ. ചോദിക്കട്ടെ, മിക്സിയും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടോ? മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ അലക്കാനാ? ഇതാ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ജോലിക്ക് വരാൻ മടി. വീട്ടിൽ ഞാനാ അലക്കുന്നത്, കൂട്ടത്തിൽ നിന്ന് സഹായിച്ചു തന്നാ മതി. ഭാര്യകളൊക്കെ വരുത്തുന്നുണ്ടോ? വാരികൾ ഇപ്പൊ തൽക്കാലം ഒന്നും വരുത്തുന്നില്ല. ഏത് വേണമെങ്കിൽ വരുത്തി തരാം. അതിന്റെ ലിസ്റ്റ് കൂടെ തന്നാ മതി. VCR TV ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ആ അത് രണ്ടും ഇല്ല. പിന്നീടെന്ത് വീടാ? എനിക്ക് പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് വരാൻ. നിങ്ങൾ എന്നാ എന്നെ കൂടെ കെട്ടിയെടുത്തത്? മാഷ് ദേഷ്യപ്പെടല്ലേ? എന്നാ ആംഗാ പെങ്കൊച്ചു പറയുന്നേ? മിക്സി വേണം, TV വേണം, VCR വേണം, നാളെ ഒരു ചെറുക്കനെ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യും? വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല. കാലം മാറി. ഇതിനേക്കാൾ കുറഞ്ഞ ഡിമാൻഡിൽ BA കാരനെയും MA കാരനെയും കിട്ടിയെന്ന് വരും. പക്ഷെ വേലക്കാരത്തെ കിട്ടില്ല. ഇനിയിപ്പോ ഒരു അഡ്രസ് കൂടെ എന്റെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. വന്ന കാലിൽ നിൽക്കാതെ കയറിയിരിക്കൂ. കയറിയിരിക്കുന്നേ. മര്യാദയുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവര് കാലത്ത് ജോലിക്ക് പോയാൽ വൈകുന്നേരം ഇവര് മടങ്ങി വരുന്നവരെ അവിടെ യാതൊരു ജോലിയില്ല. ജോലി ചെയ്യാൻ അവൾക്ക് യാതൊരു മടിയുമില്ല. ശമ്പളം എത്ര വേണ്ടേ? ശമ്പളത്തിന്റെ കാര്യം ഇരിക്കട്ടെ, ആദ്യം പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേ? വേണം മോളെ. അങ്ങ് ചെല്ലടി നാണിക്കാതെ. നമ്മളിനി പെണ്ണ് കാണാമെന്ന് വിചാരിക്കൂ? ശരിയല്ലേ, നമ്മൾ പെണ്ണിനെ കാണാനല്ലേ വന്നത്? അതെ. ചെല്ലു മോളെ. സംസാരിക്കും പക്ഷേ. ഞാനെന്നാ സംസാരിക്കാനാ? എന്നാ ഞാൻ സംസാരിക്കാം. എന്താ കുട്ടിയുടെ പേര്? കോമളം. അസല് പേര്. വിവാഹം കഴിച്ചതാണോ? ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. വളരെ നന്നായി. ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിലേ വീട്ടിനെ പറ്റിയുള്ള ആലോചന വരും. നമ്മുടെ അവിടുത്തെ ജോലിയിൽ ശ്രദ്ധ കുറയും. മാഷ് ഭാഗ്യവാനാ. എന്താ പേര്? പത്മനാഭൻ നായർ. നായർ എന്നുള്ള വാല് ഞാൻ 30 വർഷം മുമ്പേ മുറിച്ചു. ഞാനും മാഷും ഒക്കെ പുരോഗമനവാദികളാ. ചേട്ടന്റെ പേര് ചോദിച്ചേ. എന്റെ പേര് തോമസ് കുര്യൻ. നിങ്ങൾക്ക് വരാൻ സമ്മതമാണല്ലോ? സമ്മതമാ. ശമ്പളം? ചേട്ടന്റെ ഇഷ്ടം. വേറെ ഡിമാൻഡ് വല്ലതും? വേറെ വല്ല? വെറും ഒരു വേലക്കാരിയോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറാതിരുന്നാ മതി. എനിക്ക് ആരുടെയും സ്നേഹം കിട്ടിയിട്ടില്ല. ഇവിടെ അതിന് ഒരു കുറവും ഉണ്ടാവാൻ പോണില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ. ഇനി അതും പോരാത്തതിന് ഞാൻ തൊട്ടടുത്താ താമസം. ഏത് അർദ്ധരാത്രിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു കാക്കയെ പറഞ്ഞു വെച്ചാൽ ഞാൻ അവിടെ എത്തിക്കോളാം. ആശ്വാസമായി.
ആ എന്നാ പറയുന്നത്? ഞാൻ പറഞ്ഞതാ. ഇന്നൊരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. ദാ. നാളെ അമ്മയും കൂട്ടി വരാമെന്നാ വിചാരിച്ചേ. പിന്നെ ചേട്ടൻ നിർബന്ധിച്ചു പറഞ്ഞപ്പോ. ചേട്ടനോ? ശരി ശരി, അകത്തേക്ക് പോ. ആ ചെല്ലു. ആ ടീച്ചറെ, അങ്ങനെ അങ്ങോട്ട് മിണ്ടാതെ പോയാലോ? ഇന്ന് കാലത്തെ തുടങ്ങിയുള്ള അലച്ചിലാ. ആ. ടീച്ചറെ മാത്രം ആലോചിച്ച ഒരു ചായ വേണം. പിന്നെ പുതിയ പെണ്ണിന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയുകയും ചെയ്യാലോ. പാലില്ല, പിന്നെ പഞ്ചസാരയും തീർന്നിരിക്കുക. ഓഹോ, അത് ശരി. മാഷേ, ആ. ഒരു മിനിറ്റ്. പോരാ. മാഷ് വിഷയകാര്യങ്ങളിൽ എങ്ങനെയാ? എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഏത് വിഷയവും ഞാൻ എടുക്കും. മലയാളമാണ് എന്റെ സബ്ജക്ട്. അതല്ല ചോദിച്ചത്, സ്ത്രീ വിഷയങ്ങളിൽ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. നാളെ വരാം. എന്തായിരുന്നു ഒരു രഹസ്യം പറച്ചില്? അത് അയാൾക്ക് ഒരു ട്യൂഷൻ എടുക്കാമെന്ന് ചോദിച്ചാ. അയാൾക്കോ? അയാൾക്കാണെന്ന് തോന്നുന്നില്ല. മോനോ മോക്കോ ആയിരിക്കും. അയാളുമായിട്ട് അധികം കൂട്ടിയിട്ടൊന്നും വേണ്ട കേട്ടോ. എന്നാ പറ്റി? അയാൾ അത്ര ശരിയല്ല. അപ്പുറത്ത് നിന്ന് പല്ലേച്ചേ, ആ പെണ്ണ് മുറ്റടിച്ചോട്ടെ. അടിച്ചോട്ടെ, ഞാൻ തന്നെ. മേല് മുഴുവൻ പൊടിയാവുന്നു. അത് സാരമില്ല, ഞാൻ കുടിക്കാൻ പോ. കോമളം അപ്പുറത്തേക്കല്ലേ, മുറ്റം പിന്നെ അടിക്കാം. ശരി ചേച്ചി. സരസോ, നീ എന്നാത്തിനാ പെണ്ണെ പറഞ്ഞയച്ചത്? ഒരു അടക്കം ഒതുക്കൂല ആ പെണ്ണിന്. അത് വീട് അവളെ കണ്ട് ഞാൻ അങ്ങ് മയങ്ങിപ്പോയാലോ എന്നുള്ള പേടിയോ? അങ്ങനെയൊന്നുമല്ല. ഒരു വൃത്തിയില്ല ആ സാധനത്തിന്. നഖത്തിന്റെ ഇടയിൽ മുഴുവൻ ചെളിയും. ദേ, അവൾ ഉണ്ടാക്കണമെന്ന് ഞാൻ കഴിക്കില്ല കേട്ടോ. ഇപ്പൊ എന്നാ ചെയ്യണമെന്നാ? നമുക്ക് വേറെ ആളെ നോക്കാം. സരസോ, കല്യാണത്തിനാണെങ്കിൽ എത്ര പെമ്പിള്ളേരെ കിട്ടും. പണിക്കൊരു പെണ്ണെന്ന് വെച്ചാ പാടാ. ഓ, നീ തൽക്കാലം എവിടെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഏ വേണ്ട. അതല്ല, കോമളം ഇങ്ങോട്ട് വരൂ. എന്താ ചേച്ചി? ദേ, വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. അയ്യോ, ഞാനാ ടൈപ്പൊന്നും അല്ല. മനസ്സിലായി? ഞങ്ങൾ സ്കൂളിൽ പോയാ ഉമ്മറത്തെ വാതിലടച്ച് സാക്ഷി ഇട്ടോണം. ശരി. വന്നേ. വസ്ത്രം ധരിക്കുന്നതേ ശരീരം മറക്കാനാ. ദാ, ഈ സാരി എടുത്ത് നിന്നാ മതി. അയ്യോ ചേച്ചി, ഇതിന് മാച്ച് ചെയ്യുന്ന ബ്ലൗസ് എന്റെ അടുത്തില്ല. ബ്ലൗസ് വാങ്ങിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല.